ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പോണെന്നറിയോ, ഞങ്ങളിന്ന് പോകുന്നത് ഒരു മലയുടെ മുകളിലോട്ടാണ്. ടോപ്പ് അവിടെ നിന്ന് നമ്മൾ സൺസെറ്റ് കാണാനാണ് പോണേ. അപ്പോൾ നമ്മൾ പോകുന്ന പ്ലേസിൻ്റെ പേരാണ് കൂരിമല. അത് പിറവത്താണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട്. ബട്ട് അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ആൻഡ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നത്. നമുക്ക് വേറെയും വഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നല്ല നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു, കുറച്ച് വെയിലും ഉണ്ടായിരുന്നു. ആൻഡ് നല്ല കാറ്റായിരുന്നു. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പോയിൻ്റ് എത്തുമ്പോഴും വ്യൂവിൻ്റെ ഭംഗി കൂടി വരുമായിരുന്നു. ആൻഡ് ആ സൈഡിൽ കൂടെ നമുക്ക് പോകാനായിട്ടൊരു സ്പേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരിശുകളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ടോപ്പിലെത്തി കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ പള്ളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ആ കാണുന്ന ഒരു വ്യൂ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇതിനേക്കാൾ എത്ര ഉയരം മുകളിലാണെന്ന്. അതായത് ഏകദേശം പറയുമ്പോൾ ഒരു എനിക്ക് കറക്റ്റ് എത്ര അടി മുകളിലാണെന്ന് അറിയില്ല. ഏകദേശം ഞാനൊരു 500 പറയുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ പ്ലേസ് അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എത്ര ഫീറ്റ് മുകളിലാണെന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു കാറ്റാടി മിനിയേച്ചർ ഉണ്ടോ, ചെറിയൊരു കുറച്ചും കൂടെ മുകളിലേക്ക് പോകാം. അങ്ങനെ നടന്ന് കയറിയപ്പോഴത്തേക്കും എനിക്ക് വയ്യാണ്ടായി. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഒരു സ്പേസൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റില്ല. നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ പിന്നെ വീണ്ടും മേലോട്ടേക്ക് ഇതുവഴി കയറിപ്പോവും. നമുക്ക് അങ്ങോട്ട് പോകും. ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് പിള്ളേർക്ക് ഊഞ്ഞാലാടാൻ പറ്റിയ ഒരു ഊഞ്ഞാലും പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു ഊഞ്ഞാലും കൂടി ഉണ്ട്. ഇതിലിരുന്ന് ആടാനൊക്കെ പറ്റും. ആറ്റിടാ പകുതി ആട്ടിയിട്ട് പോയി ഗൈസ്, മുഴുവൻ ആട്ടിയില്ല. എന്നെ ഇവിടെ ഇരുത്തി ഒറ്റയ്ക്കാക്കിയിട്ട് ഒരാൾ അവിടെ പോയി ഇരുന്ന് സുഖിക്കുക. കാണിച്ചു തരാം കേട്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്നെ ഇവിടെ ഇരുത്തിക്കൊണ്ട് അവിടെ തണുത്ത് വന്നിരിക്കും. കണ്ടോ, എന്നെ അവിടെ ഇരുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ചാരി ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര കാറ്റ്, ഭയങ്കര റിലാക്സിങ്. ഭയങ്കര കാറ്റാണ്, ശരിക്കും അടിപൊളി. ചെറിയ വെയിലുണ്ട്. അങ്ങനെ നമ്മൾ കയറി മലയുടെ ടോപ്പിലെത്തി. ഇനി മലയുടെ ടോപ്പിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു സ്റ്റെയർ അവർ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ സൺസെറ്റും ആ വ്യൂ ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മളിതിൻ്റെ ടോപ്പിലേക്ക് പോകുന്നത്. ഇനി സൺസെറ്റ് കൂടാതെ ഇവിടുത്തെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റും അതേപോലെ തന്നെ ഈ കാണുന്ന ആ ഒരു ഭംഗി, ആ നേച്ചറിൻ്റെ ഒരു ഭംഗിയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. അത് പിന്നെ മലയുടെ മുകളിലേക്ക് കയറുന്നതനുസരിച്ച് എന്താ പറയുക, വ്യൂവിൻ്റെ ഭംഗി കൂടി വരുന്നതാണല്ലോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തി. അപ്പോൾ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്, ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമുക്കങ്ങനെ വ്യൂ ഒക്കെ കാണാനായിട്ട് അവർ ഓൾറെഡി ഇതേപോലെ ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴോ ഒടുക്കത്തെ കാറ്റായിട്ട് ലാസ്റ്റ് ഞാൻ അയച്ചിട്ടിരുന്ന മുടി കെട്ടി വെച്ചു. കാരണം മുടി ഫുള്ള് ഇങ്ങനെ ഇതായിട്ട് മെസ്സിയായി. അപ്പോൾ ഞാനതെല്ലാം കെട്ടി വെച്ചു. ആൻഡ് ലാസ്റ്റ് ഫൈനലി ഇതാ സൂര്യൻ അസ്തമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യൂ ഇത്രയും ടോപ്പിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടം വരെ വന്നത്. ശരിക്കും അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. ആ സൂര്യൻ ഇങ്ങനെ താന്ന് വരണ കാണാൻ തന്നെ കിടും. അങ്ങനെ നമ്മൾ സൂര്യനസ്തമയമൊക്കെ കണ്ട് നമ്മളിതാ പോവുകയാണ് ഗൈസ്. തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ കയറി വന്നപ്പോൾ ആ കാണുന്ന സ്റ്റെപ്പ് ഉണ്ടോ,
ഇതിലൂടെയാണ് നമ്മൾ കയറിപ്പോയത്. നമ്മൾ തിരിച്ചിറങ്ങുന്നത് ഇങ്ങനെ ഇതിലൂടെ നമ്മൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടെ എത്തും? താഴെ എത്തും. നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് ഒരു കാറ്റാടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞൊരു കാറ്റാടി ഉണ്ടെന്ന്. കണ്ട് നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് ഈ കൂരിമലയ്ക്കൊരു ബിഗ് ബായ് ഒക്കെ പറഞ്ഞ് നമ്മളിവിടുന്ന് പോകണം. അപ്പം നിങ്ങൾ ഈ പിറവം അങ്ങനത്തെ ഒരു ലൊക്കേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരെയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് സൺസെറ്റൊക്കെ കണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.